അടുത്ത പേരിട്ടോ നോട്ടിന്റെ പാക്കേജ് ചെയ്യാൻ ക്ലാസ് Chapter 2 Relations and Functions. നമ്മൾ നേരത്തെ സെറ്റ് എന്താണെന്ന് പഠിച്ചല്ലേ. നമ്മൾ അടുത്തൊരു ടൈം പഠിക്കാൻ പോകുന്നത് വെച്ചാൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് എന്താണ് പഠിക്കാൻ പോകുന്നത്. എയും ബിയും രണ്ട് സെറ്റുകളാണ്. എന്ന് പറഞ്ഞ എ ബി സി എന്നുള്ളൊരു സെറ്റ്, ബി എന്നുള്ളത് 1 2 3 4 1 2 3 എന്നുള്ളൊരു സെറ്റുമാണ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർഡേഡ് പെയർ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി ആണ്. എന്താണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ എഴുതുമ്പോൾ ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുള്ളൂ. ഓർഡേഡ് പെയർ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ റൗണ്ട് ബ്രാക്കറ്റ് വരും. ഈ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യില്ലേ സാധാരണ. ഫസ്റ്റ് എ ഇൻറ്റു 1, എ ഇൻറ്റു 2, എ ഇൻറ്റു 3 അതുപോലെ. അപ്പോൾ ലൈക്ക് A1, പിന്നെ A2, A3, അടുത്ത ടൈം എന്ത് വരും? B1, B2, B3, C1, C2, C3. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ let എഴുതിക്കോ. Given two non-empty set P and Q, given two non-empty set P and Q, P and Q, capital P, capital Q. The Cartesian product P cross Q is the Cartesian product P cross Q is the set of all ordered pairs. The Cartesian product P cross Q is the set of all ordered pairs of elements. Set of all ordered pairs of elements from P and Q. ഇപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ P ക്രോസ് Q എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞ്. P ക്രോസ് Qയില നമ്മൾ ജനറലി ചെയ്തില്ലെങ്കിൽ നമ്മൾ നോൺ ബ്രാക്കറ്റിലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്മോൾ പിയും ഇങ്ങനെയാണ് ബേസിക്കലി കാണുക. ഇവിടെ P എവിടെ നിന്നായിരിക്കും? P is from എവിടെയുള്ള എലമെന്റ് ആയിരിക്കും? ഫസ്റ്റ് എലമെന്റ് capital P and Q is from capital. ഇതാണ് ജനറൽ ഫോം ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇനി നമ്മള് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് ഓർഡേഡ് പെയർസ് അല്ലെ. അപ്പൊ രണ്ട് ഓർഡേഡ് പെയർസ് സെയിം ആണെങ്കിൽ തുടങ്ങിയിട്ടുള്ള ജസ്റ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് രണ്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് സെയിം ആണെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, അതായത് എ ബി എന്ന് പറയുന്നത് ഒരു ഓർഡേഡ് പെയർ വിച്ച് ഇസ് ഈക്വൽ ടു ബി എ ആണെന്ന്, ബി എ പോയിട്ട് ഡി ഇ ആണെന്ന് വിചാരിച്ചത്. ഇത് രണ്ട് ഓർഡേഡ് പെയർ ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് ഓർഡേഡ് പെയർ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. എ ഈക്വൽ ടു ഡി ആൻഡ് എന്തായിരിക്കും? ബി ഈക്വൽ ടു ഇ ആയിരിക്കും. ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ. എടുത്തായിരുന്നു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നോക്കിയോ. If x plus 1 comma y minus 2 equal to 3 comma 1
ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എടാ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ട് സെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് ചെയ്തോളെ. അപ്പൊ സെറ്റ് എയും സെറ്റ് ബിയും ഉണ്ടെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്രോസ് ബി എന്നാണ് അതിന്റെ അർത്ഥം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ എയിൽ എന്തുണ്ടാവും? എയിൽ എ ബി സി എന്ന് പറഞ്ഞ എലമെന്റ് ആണെന്ന് വിചാരിച്ചു. ബിയില് 1 2 3 4 എലമെന്റ് ആണ് ഇതില്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ എ ക്രോസ് ബി എന്ന് എഴുതും. ഇതെങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ബ്രേസസിനുള്ളിൽ ഓർഡർഡ് പെയർ ആയിട്ട് എഴുതുന്നത്. അപ്പൊ റൗണ്ട് ബ്രാക്കറ്റ് വരും. അതിന്റെ ഉള്ളില് ആദ്യം എ ഇൻറ്റു 1 അതൊരു എലമെന്റ് എ കോമ 1. അടുത്തത് എ ഇൻറ്റു 2. അപ്പൊ എ ഇൻറ്റു 2 മീൻസ് എ കോമ 2. പിന്നെ എ ഇൻറ്റു 3 എ 3 എ കോമ 4 അങ്ങനെ എഴുതും. നെക്സ്റ്റ് B1 B2 B3 B4 അങ്ങനെ എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയണത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റില് ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഒരു പ്രോബ്ലത്തില് എന്താണ് ഇത്? ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഉള്ളിൽ എഴുതുന്ന സാധനം ഉണ്ട് ഓർഡർഡ് പെയർ. ഇവിടെ ഈ രണ്ട് ഓർഡർഡ് പെയറുകളും സെയിം ആണ്. അവിടെയാണ് നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാലോ. ഇതിൽ തന്നെ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 നീക്കി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ആൻഡ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കിട്ടിയല്ലോ. എക്സ് എത്ര കിട്ടിയത്? 2 and y 3. y 1 ആണ്. ഫസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം എഴുതാം. If A equal to B equal to 5 A cross B. A cross B കണ്ടുപിടിക്കുക, B cross A കണ്ടുപിടിക്കുക. A cross B യും B cross A യും സെയിം ആയിരിക്കുമോ? ആയിരിക്കുമോ? സെയിം ആയിരിക്കുമോ? അല്ല. അപ്പൊ A cross B എന്താ കിട്ടിയത്? 1 4 1 5 2 4 2 5 3 4 3 5. B cross A 4 1 4 2 4 3 5 1 5 2 5 3. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് A is equal to 1 2 3. Let A is equal to 1 2 3. B is equal to 3 4. Set 1 2 3. B is equal to set 3 4 and C is equal to set 4 5 6. C is equal to set 4 5 6. Find
ഇതെന്താ കണ്ടുപിടിക്കുന്നത്? ഇത് ക്രോസ് പ്രൊഡക്റ്റ് തന്നെയാ. ആദ്യം ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കുക, എന്നിട്ട് എയു ആയിട്ട് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുക കേട്ടോ. ഈ ബുക്ക് കിട്ടിയില്ലല്ലോ നിങ്ങക്ക്? ഈ ടൈപ്പ് ബുക്ക് കഴിഞ്ഞോ? ഈ ഡയറക്റ്റ് സ്കൂളിൽ നിന്നാണോ വരണോ? വീട്ടിൽ പോയിട്ട്
കൊണ്ടുവന്നേട്ടോ. കിട്ടിയോ? ആദ്യത്തത് 142434. രണ്ടാമത്തത് 141516242526343536. കിട്ടിയോ? ഏതാ? ഓ, ഫൈനൽ ആൻസർ അല്ല, സോറി മാറിപ്പോയി. 142434 അതാണ് ഫൈനൽ ആൻസർ. തുടങ്ങി കുറച്ചായി. എന്താ 142434 ഫസ്റ്റ് ആൻസർ ആണോ വേണ്ടത്? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ആൻസർ. അതായത് ഇതിന്റെ സെക്കൻഡ് വണ്ണിന്റെ എത്ര കിട്ടിയാ? നിനക്ക് കിട്ടിയാ? ഫസ്റ്റ് തന്നെ കിട്ടിയാ? 142434 തന്നെയല്ലേ ഫസ്റ്റത്തെ ആൻസർ തന്നെയല്ലേ കിട്ടിയത്? സെക്കൻഡും 34 വന്നില്ല. എന്താ നോക്കി, ഇന്റർസെക്ഷൻ എടുത്തപ്പോ മാറിപ്പോയിട്ടുണ്ടാവും. അടുത്തത് കിട്ടിയാടാ? എന്താ കിട്ടിയെന്ന് നോക്കി. നിനക്ക് കിട്ടിയാടാ? ഇങ്ങനെ കാണിക്കണ്ട. കിട്ടിയാ? മൂന്നാമത്തത് കിട്ടിയാ? നിനക്ക് കിട്ടിയാ? മൂന്നാമത്തത് 131415162324252633343536. ലാസ്റ്റത്തത് 1314. ലാസ്റ്റത്തത് രണ്ടും സെയിം തന്നെ, സെക്കൻഡ് വൺ തന്നെ തേർഡ് കിട്ടിയത്. നിനക്ക് ഞാൻ പറഞ്ഞുതരാം ട്ടാടാ, ഇവർക്കൊന്നും എടുത്തോട്ടെ, ജസ്റ്റ് തുടങ്ങിയായിരുന്നു ചാപ്റ്റർ. ഓക്കെ, അടുത്തത് ലെറ്റ് P is equal to 1 2. P is equal to 1, 2, set 1, 2. Find P cross P cross P. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? P equal to 1, 2. Find P cross P cross P. അപ്പൊ ആദ്യം P ക്രോസ് P ഫസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കിട്ടിയ സെറ്റിനെ പിന്നെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, ചാപ്റ്റർ എഴുതിക്കോട്ടെ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ. റിലേഷൻസ് സെറ്റ് പഠിച്ചാ? സെറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിൽ. A, B എന്ന് എഴുതിക്ക്, എയും ബിയും. ഇനി നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ A ക്രോസ് B എന്നാ പറയണത്. അത് പറയാൻ പോണേ. അതായത് A എന്ന് പറയുന്ന സെറ്റില് 1 2 3 എലമെന്റ് ആയില്ലേ എന്ന് വിചാരിക്കും. ഞാൻ എഴുതിക്കോട്ടെ. അതായത് A എന്ന് പറഞ്ഞ സെറ്റില് A, B, C എന്നാണ് എലമെന്റ് ഉള്ളത്. B എന്ന് പറയുന്നതിൽ 1 2 3 4 എലമെന്റ്, രണ്ട് എലമെന്റ്സ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യില്ലേ സാധാരണ, അതുപോലെ തന്നെയാണ് A ക്രോസ് B എന്ന് ഡിനോട്ട് ചെയ്യണം. അതെന്ന് പറയുന്നത് സെറ്റ് അങ്ങനെ തന്നെ എഴുതുക, A × 1. അപ്പൊ ഈ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ വേണം ഓരോ എലമെന്റ് എഴുതാൻ. അപ്പൊ A, 1 ഇത് ഒരെണ്ണം. ഇനി A × 2, അപ്പൊ അത് അടുത്ത റൗണ്ട് ബ്രാക്കറ്റിൽ A2. അടുത്ത എന്ത് വരും? A3. അടുത്തത് A4. പിന്നെ അടുത്ത എന്ത് വരും? B1, P2 എക്സെട്ര. എങ്ങനെ വരെ വരും? C4 വരെ വരും അല്ലെ? ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. മനസ്സിലായ?
അപ്പൊ നമുക്കിപ്പോ തന്നേക്കണ സെറ്റ് എന്താ? P is equal to 1,2 ആണ് തന്നേക്കണം. നമുക്ക് ആദ്യം P ക്രോസ് P കണ്ടുപിടിക്കണം. P ക്രോസ് P കണ്ടുപിടിക്കാലോ. അപ്പൊ P എന്താണ്? ഇത് തന്നെ. അടുത്തൊരു Pയും കൂടി ഇത് തന്നെ എഴുതി വെക്കുക. കണ്ടാ? അപ്പൊ എങ്ങനെ വരും? P ക്രോസ് P എന്ന് പറഞ്ഞാൽ 1,1 1,2 പിന്നെന്താ 2,1 2,2 അത് കിട്ടി. ഇനി നമുക്ക് P ക്രോസ് P കണ്ടുപിടിക്കണം. അപ്പൊ P ക്രോസ് P ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനോടുകൂടി ഒരു പ്രാവശ്യം കൂടി എടുത്താൽ പോരെ. അപ്പൊ ഈ സെറ്റ് ഇൻറ്റു P എന്താ 1,2 അതെടുക്കുമ്പോ എങ്ങനെ 1,1,1 3 ബ്രാക്കറ്റിൽ വരും കേട്ടോ. അത് ചെയ്ത് നോക്കിയേ. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. കിട്ടിയാ? ആ ഈ P ക്രോസ് P എടുക്കുമ്പോഴേ നിങ്ങൾക്ക് P ക്രോസ് P എന്താ കിട്ടിയത്? ഈ P ക്രോസ് P എത്ര കിട്ടിയത്? 1,11 2. അടുത്തതില് ഒരു പീനെയും കൂടി നമ്മൾ എഴുതുക സൈഡില്. കണ്ട 1 2 അല്ല 1,2. ഇനി അടുത്ത P ക്രോസ് P അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ എങ്ങനെ വരും നോക്കിക്കേ. 1 1 പിന്നെ ഒരു 1 കൂടി വരും. അപ്പൊ 3 ഓർഡേഡ് പെയർ ആവും. 1,1,1. ഇനി അടുത്തത് 1,1,2 1 1 2. അടുത്തത് എന്ത് വരും? 1 2 1 1 2 2 അങ്ങനെ കേട്ടോ. കിട്ടിയായിരുന്നാ? നിനക്ക് കിട്ടിയാടാ? എന്താ കിട്ടിയ ആൻസർ? 1,1 1,1 1 1 2 1 2 1 1 2 2 2 1 1 2 1 2 2 2 1 2 2 2. ഓക്കെ. ഇനി അടുത്തത് എക്സൈസ് 2.1 എടുത്തേ. എക്സൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അവിടെ പറഞ്ഞേക്കണത് ഇഫ് എക്സ് പ്ലസ് 1 അല്ലെ എക്സ് ബൈ 3 പ്ലസ് 1 കോമ y മൈനസ് 2/3 is equal to 5/3 കോമ 1/3. നോക്കിക്കേ, ഇത് രണ്ടും എന്താ? ഓർഡേഡ് പെയർസ് അല്ലേ? അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദിസ് ഓർഡേഡ് പെയർ. കേക്കണ്ട? ലാസ്റ്റ് ഇത് രണ്ട് ഓർഡേഡ് പെയർസാ. നമ്മൾ ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ എഴുതിയ സാധനങ്ങളാ. റൗണ്ട് ബ്രാക്കറ്റ് എഴുതിയില്ലേ അത്. അപ്പൊ എന്താണ്? കേക്കണ്ടെങ്കിൽ ഫസ്റ്റ് ബെഞ്ച് വന്നിരിക്കും. ഇവിടെ വന്നിരിക്കും. ഇവിടെ നീ ഇങ്ങോട്ട് ഇരുന്നോ? അതാ നീ ഇവിടെ ഇരുന്നോ, പേടിക്കൊന്നും വേണ്ട. അപ്പൊ നോക്കിക്കേ, ഇത് രണ്ട് എലമെന്റ്സ് ആണ്, ഇത് രണ്ട് എലമെന്റ്സ് ആണ് അല്ലെ? അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഈക്വൽ ടു ഇതിന്റെ ആദ്യത്തെ എലമെന്റ് ഓർഡർ പെയർ രണ്ടും സെയിം ആന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇത് ഇതിനോട് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ എക്സ് ബൈ 3 പ്ലസ് 1 ഷുഡ് ബി ഈക്വൽ ടു 5/3. ഇതിന്ന് എക്സ് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഈ ഓർഡർ പെയർ രണ്ട് സെയിം ആന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഈക്വൽ ടു ദിസ് ഇസ് ഫസ്റ്റ് എലമെന്റ്. ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ടും സിംപ്ലിഫൈ ചെയ്യുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. അറിയാലോ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ അറിയില്ലേ? എത്ര കിട്ടി എക്സിന്റെ വാല്യൂ? എത്ര കിട്ടി? നമ്മൾ ചെയ്യട്ടെ. വൈ എക്സ് ബൈ 3 ഈസ് ഈക്വൽ ടു 5/3 മൈനസ് 1. എക്സ് ബൈ 3 ഈക്വൽ ടു 5 മൈനസ് 3/3. x by 3 2/3. x is equal to 2/3 into 3 2 കിട്ടും. കിട്ടിയാ? y എത്ര കിട്ടി? Okay, next question. If a set A has 3 elements. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ എഴുതണ്ട, എന്താ പറയണ? സെക്കൻഡ് എക്സൈസ് 2.1 എഴുതിട്ട് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ടാൽ മതിയേ. ഒരു സെറ്റില് 3 എലമെന്റ്സ് ഉണ്ട്. ആൻഡ് സെറ്റ് ബി ഇസ് ഈക്വൽ ടു
3, 4, 5. Find the number of elements of A cross B. അതായത് എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ്. ആൻഡ് ബിയിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ചോദിച്ചേക്കണം. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ക്രോസ് പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു n of A into n of B. n of A into n of B. അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കണമെങ്കിൽ എത്ര ആയിരിക്കും? അപ്പൊ 9, 3 into 3. ഇപ്പൊ അവര് പറഞ്ഞ എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ്സ്. ആൻഡ് ബിയിൽ 3 ഉണ്ട്. അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് 9 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോട്ടോ. 3. If G is equal to 7,8, H is equal to 5, 4, 2, find G cross H and H cross G. മിസ് ഈ ബുക്ക് എടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് എടുത്തു. കിട്ടിയോ? G cross H 7, 5, 7, 4, 7, 2, 8, 5, 8, 4, 8, 2. H cross G 5, 7, 5, 8, 4, 7, 4, 8, 2, 7, 2, 8. Fifth question ചെയ്യട്ടെ. A is equal to -1, 1. Find A cross A cross A. ക്വസ്റ്റ്യൻ എഴുതണ്ട. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അവിടെ ഒരു ടെക്സ്റ്റ് തരോടാ. നാളെ ക്ലാസ് ഉണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞവര്
സിക്സ്ത് ക്വസ്റ്റ്യൻ ചെയ്യാട്ടാ. അവിടെ എ ക്രോസ് ബി തന്നിട്ടുണ്ട്. ഡിസ്റ്റിങ് എലമെന്റ് ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കണേ. മറ്റേ ആൻസർ പറയണ്ടല്ലോ, പറയണോ? വേണ്ടല്ലോ. ക്വസ്റ്റ്യൻ 6 കണ്ടുപിടിച്ചോ? അപ്പൊ സിക്സ്ത് ക്വസ്റ്റ്യനിൽ എന്താ? സെറ്റ് എയിൽ എന്തൊക്കെയുണ്ട്? എ ബി, മറ്റേതില ബിയില എക്സ് വൈ. അത് കഴിഞ്ഞ് 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേ. ഇത് ന്യൂ എഡിഷൻ ആണാടാ, ഈ കൊല്ലം കിട്ടിയതല്ലേ ഈ ടെക്സ്റ്റ്? n number of elements. n of a എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. എന്താ പറഞ്ഞവര്? ഇതല്ലേ, ഇതല്ലേ 8 ഹൗ മെനി സബ്സെറ്റ് വിൽ എ ക്രോസ് ബി? എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? അപ്പൊ അതിന്റെ സബ്സെറ്റ് വരുമ്പോ എന്ത് വരും? അതപ്പോ ഈ സബ്സെറ്റ് എന്ന് പറയുമ്പോ എന്തായിരിക്കും? അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? എന്താ? 2 അതുണ്ടായിരുന്നില്ലല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ? അതായത് നമുക്ക് 2 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സെറ്റ്. അപ്പൊ എന്താ? 1 2 3 4 2 എലമെന്റ്സ് ഉണ്ടാവും. ഈ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് എന്ന് പറയുന്നത് പവർ സെറ്റ് ആണെന്നാ പറയണ മെയിൻ ആയിട്ട്. അപ്പൊ അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2n. അതായത് ഇപ്പൊ എത്ര നമ്പർ ഓഫ് ഒരു സെറ്റിൽ എത്രയുണ്ട് നമ്പർ ഓഫ് എലമെന്റ്? ഇപ്പൊ എത്രയുണ്ട്? എയിൽ എത്രയുണ്ട്? 3 ആണോ? എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ബി 5 ഉണ്ടാ? എ ക്രോസ് ബിയിൽ എത്രയുണ്ട്? എത്ര? 3 അല്ല? എത്രയുണ്ട് നിനക്ക്? 4 അല്ലേ? ഓക്കെ, അവൾക്ക് 4 ആയിട്ടിത്. ഇവര് ചെയ്തതേടാ, നീ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണോ ചെയ്തത്? നിങ്ങൾ 9ാമത്തെയാണോ ചെയ്തത്? അതാ വ്യത്യാസം. 9. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയാം. ടു റേസ്റ്റ് 4 16. 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ n of a എന്ന് പറയുന്നത് 3, n of b 2. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണം. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? അപ്പോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഡിറൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 2 സെറ്റുകൾ വേണം. 2 അതിലധികമോ സെറ്റ് ഉണ്ടെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് ഏറെ നമ്മൾ എങ്ങനെ പറയുന്നത്? ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും അല്ലെ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്. ഓക്കെ, ദെൻ അടുത്ത റിലേഷൻ. അപ്പൊ നമ്മൾ എന്താ സബ്സെറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് നേരത്തെ. എന്താ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എവറി എലമെന്റ് ഓഫ് ദ സബ്സെറ്റ് വിൽ ബി എവിടെ ഉണ്ടാവും?
സെറ്റിൽ ഉണ്ടാവും അല്ലെ. സബ്സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവും? സെറ്റിൽ ഉണ്ടാവും. അപ്പോ റിലേഷൻ എന്ന് പറഞ്ഞ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. എന്താണ്? കാർട്ടീഷ്യൻ. ഇപ്പൊ നമ്മൾ കുറെ ഓർഡർ പേരാക്കി എഴുതിയില്ലേ, അതിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? റിലേഷൻ എന്ന് പറയണത്. അപ്പോ റിലേഷൻ ഇവർ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് പി എന്ന് പറയുന്നത് ആരും എഴുതുന്നുണ്ട് കേട്ടോ. പി എന്ന് പറയുന്ന ഒരു സെറ്റില് എ ബി സി എന്ന് പറയുന്ന എലമെന്റ്സ് ആണ് ഉള്ളത്. ക്യൂ എന്ന് പറയുന്ന സെറ്റ് കുറച്ച് കുട്ടികളുടെ പേരാണ്. രണ്ടും എന്തും ആകാമല്ലോ, സെറ്റ് അല്ലേ. അപ്പൊ പേരും ആകാം, ചിലപ്പോ ലെറ്റേഴ്സും ആകാം. ഇപ്പൊ ക്യൂ എന്ന് പറയുന്നതില് അലി, ബാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ, 5 കുട്ടികളുടെ എന്താണ് പേരാണ് ക്യൂ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. അപ്പൊ ഇതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. എ അലി, എ ബാനു, അങ്ങനെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതി. ഇനി അതേ അവരൊരു റിലേഷൻ ഡിറൈവ് ചെയ്യണേ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റാ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ്. അപ്പൊ റിലേഷനിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവും? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഉണ്ടാവും. അപ്പൊ ഈ റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ അത് ഡിറൈവ് ചെയ്യണം. അപ്പൊ റിലേഷൻ നമ്മൾ ആർ എന്നാണ് ബേസിക്കലി എഴുതണത്. ആർ ഇസ് ഈക്വൽ ടു റിലേഷനിലുള്ള എലമെന്റ്സ് എങ്ങനത്തെ എലമെന്റ്സ് ആയിരിക്കുള്ളൂ? ഓരോ എലമെന്റ്സ് കോമായിട്ട് ആയിരിക്കും എഴുതണത്. റിലേഷനിലുള്ള എലമെന്റ്സ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഓർഡർഡ് പെയർ ആയിട്ട് തന്നെയല്ലേ കിടക്കുള്ളൂ. കാരണം എന്താ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആയതുകൊണ്ടിട്ട് റിലേഷനിലുള്ള എലമെന്റ്സും ഓർഡർഡ് പെയർ ആയിട്ടായിരിക്കും കിടക്കണം. അപ്പൊ നമുക്ക് റിലേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? സെറ്റ് ഫോർ എക്സ് കോമ വൈ സച്ച് ദാറ്റ്. ഇവിടെ ഒരു റിലേഷൻ അവർ ഉണ്ടാക്കണേ. ആ റിലേഷൻ എന്താന്ന് വെച്ചാൽ എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ. ഇവിടെ എക്സും വൈയും ആക്കണേ ഞാൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു റിലേഷൻ അവർ ഉണ്ടാക്കി. എന്താണ് ആ റിലേഷൻ? എക്സ് എന്ന് പറയുന്നത് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ ആയിരിക്കണം. അതായത് ഇവിടെ എ എടുത്താ ഇവിടെ ആരേ വരാൻ പാടുള്ളൂ? അലി വരാൻ പാടുള്ളൂ. അതായത് നമ്മള് റിലേഷൻ എഴുതുമ്പോ എങ്ങനെ വരും? റിലേഷനിലെ എലമെന്റ്സ് എ അലി എഴുതാം അല്ലെ. കാരണം എന്താ? എക്സ് ഈസ് ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് വൈ. ഇവിടെയുള്ള സാധനം ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കണം. അപ്പൊ എ അലി എഴുതി. പിന്നെ ആരെഴുതാം? ബി ബാനു എഴുതാമല്ലോ. ബാനു ഇല്ല, ബാനു ഒരു ഓർഡർഡ് പെയർ. അടുത്തത് ആരെഴുതാം? ബി ബിനോയ് എഴുതാമല്ലോ. ബി ബിനോയ്. പിന്നെ ആരെഴുതാം? സി ചന്ദ്ര. അത്രോ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇതില് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ എല്ലാ എലമെന്റ്സും വന്നാ ഇല്ല. അപ്പൊ റിലേഷൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഡിറൈവ് ചെയ്ത് എന്താ? എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ. അതായത് എക്സ് അവിടെ നിന്ന് എടുത്ത എലമെന്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് എന്നും എഴുതണം, വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ. അതായത് ഇവിടത്തെ എ എടുത്ത ഈ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം അടുത്ത ആള്, അപ്പുറത്തുനിന്ന് എടുക്കുന്ന ആള്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ റിലേഷൻ ചെയ്ത്, അപ്പൊ റിലേഷൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ അത് എന്ത് ചെയ്യണം? എഴുതണം. ഇതുപോലെ മനസ്സിലായോ? കണ്ടുപിടിച്ച് എഴുതണം. എവിടെ നിന്ന് എഴുതണം? ചിലപ്പോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ സെറ്റ് തന്നിട്ട് അതിൽ എഴുതാം. അപ്പൊ റിലേഷൻ യൂസ്വലി 6 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. പിന്നെ റിലേഷന്റെ പേരെന്താ പഠിച്ചത്? എന്തിന്റെ സബ്സെറ്റാ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. പിന്നെ ഇനി നമ്മൾ റിലേഷനിൽ നമ്മളിപ്പോ എഴുതിയില്ലേ, ഇതിലെ ഈ ഫസ്റ്റ് എലമെന്റിനെ കണ്ട എ ബി സി, അതിനെ പറയുന്ന പേരാണ് ഡൊമൈൻ. എന്താണ്? ഡൊമൈൻ. അതൊന്ന് എഴുതിക്കേ. The set of all first element of the ordered pairs, the set of അടുത്ത എഴുതിക്കോ, ഡെഫിനിഷൻ ആണ്. The set of all first element of ordered pairs, set of all first element of ordered pairs in a relation R from a set A to set B, a set A to set B is called domain of the relation. ഇത് ഡൊമൈൻ റേഞ്ച് മാറിപ്പോയത്. റിലേഷനിലെ ഫസ്റ്റ് എലമെന്റ് ആണ് എന്ത്? ഓർഡർഡ് പെയറിൽ കിടക്കുന്ന ആദ്യത്തെ എലമെന്റ് ആണ് ഈസ് കോൾഡ് ഡൊമൈൻ.
അപ്പൊ ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, റിലേഷനില് ഫസ്റ്റ് കിടക്കുന്ന എലമെന്റ് ആണ് എന്ത്, ഡൊമൈൻ. അപ്പൊ രണ്ടാമത് കിടക്കുന്ന ഈ എലമെന്റ്സ് ഉണ്ടല്ലോ, ഈ അലി, ബാനു, ബിനോയ്, ചന്ദ്ര, അതിനെ പറയുന്നതാണ് റേഞ്ച്. ഓക്കെ, ഏതൊക്കെ? The set of all second element in the relation is called range. The set of all second elements, the set of all second elements in a relation are is called range. എന്താ റേഞ്ചാ? റേഞ്ച്. ഓക്കെ, അപ്പൊ ഡൊമൈൻ പഠിച്ച്, റേഞ്ച് പഠിച്ച്. ഇനി ദ വോൾ സെറ്റ് ബി, ഈ മൊത്തം ബിയിലെ പറയണ പേരാണ് കോഡൊമൈൻ. എന്താണ് കോഡൊമൈൻ? ദ വോൾ സെറ്റ് ബി. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇത് നിങ്ങള് എയും ബിയും ആക്കി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിരിക്കുക. ABC ഇട്ടിട്ട് അതിന്റെ അടിയിൽ എഴുതിക്കോ, അതിന്റെ അടിയിൽ വരച്ച് വെച്ചേക്കണേ. ഇതിൽ എ ബി. അപ്പൊ ഇതെന്താണ്? ഈ ABC റിലേഷനിലുള്ള ഇതിനെ പറയണ ഫസ്റ്റ് എലമെന്റ്സ് ആണ് ഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്ന രണ്ടാമത് കിടക്കുന്ന എലമെന്റ്സ്. ഇപ്പൊ നോക്കിക്കേ, രണ്ടാമത് എലമെന്റ് കിടക്കണ ദിവ്യ അതിന്റെ അകത്ത് ഇല്ല. അപ്പൊ ദിവ്യ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് എന്താവും? കോഡൊമൈൻ ആകും. റേഞ്ച് എന്ന് പറയുന്നതിൽ അലി, ബാനു, ബിനോയ്, ചന്ദ്ര മാത്രമേ ഉള്ളൂ. കോഡൊമൈൻ ആകണമെങ്കിൽ ദിവ്യം കൂടി വരണം. ഓക്കെ, അപ്പൊ ഈ മൊത്തം സെറ്റ് ബിനെ പറയണത് റേഞ്ച്. അത് ജസ്റ്റ് ഒന്ന് ആരോട്ടിത് റേഞ്ച് അല്ല, റേഞ്ച് അല്ല, കോഡൊമൈൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സെറ്റ് നേരത്തെ റോസ്റ്റർ ഫോമിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പഠിച്ചു അല്ലെ? അതുപോലെ തന്നെ റിലേഷൻ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ലെറ്റ് A is equal to 1 2 3 4 5 6. Let A is equal to 1 2 3 4 5 6. Set. Define റിലേഷൻ R ഫ്രം A to A. അപ്പൊ നേരത്തെ നമ്മൾ രണ്ട് സെറ്റ് എയും ബിയും വേറെ വേറെ സെറ്റ് എടുത്ത് ഇവിടെ ആ സെറ്റിൽ നിന്ന് ആ സെറ്റിലോട്ടുള്ള റിലേഷൻ ഫ്രം A to A by R is equal to x comma y is equal to x plus 1. അപ്പൊ ഈ സെറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? റിലേഷന്റെ ഇങ്ങനെ തന്നിട്ടുള്ളൂ. എ എന്താന്ന് പറഞ്ഞേക്കണ 1 2 3 4 5 6. അപ്പൊ ആദ്യം നമുക്ക് ഓക്കെ, ആദ്യം എക്സിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 1 ചെയ്യുമ്പോഴത്തേക്കും വൈ എന്ത് കിട്ടും? വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 അല്ലേ? അപ്പൊ 1 + 1 എന്ത് കിട്ടും? 2 കിട്ടും. അപ്പൊ ആദ്യത്തെ ഒരു ഓർഡർ പെയർ കിട്ടി. എന്താ ഓർഡർ പെയർ? തിരിഞ്ഞു പോരുത്, വൈ എക്സ് ആവരുത്, എക്സ് കോമ വൈ ആണ്. അപ്പൊ 1 1 ഒരു ഓർഡർ പെയർ കിട്ടി. പിന്നെ അടുത്തത് എക്സ് ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പൊ എത്ര വൈ കിട്ടും എന്നുള്ള കണ്ടുപിടിക്കുക. അങ്ങനെ എക്സിന് ഇവിടെ എത്രയുള്ള വാല്യൂ വരെ കൊടുക്കണം? 6 വരെ കൊടുക്കണം. കാരണം എക്സിൽ എത്ര വാല്യൂസ് ഉണ്ട്? 6 ഉണ്ട്. വൈ എത്ര വാല്യൂസ് ഉണ്ട്? ഇവിടെ എന്താ വൈ തന്നെ, എ തന്നെയാണ് വൈ ഇവിടെ. അപ്പൊ വൈയിലും 6 വാല്യൂസ് ഉണ്ട്. അപ്പൊ ഓൺലി എക്സിന് എന്തോ എങ്ങനെ വന്നാ? അതായത് ഇവിടെ റിലേഷൻ അവർ പറഞ്ഞിട്ടുണ്ട് എന്താ ബന്ധമെന്നുള്ളത്. നമ്മൾ ആദ്യം എക്സ് കോമ വൈ ഇത്രയും മാത്രമേ തന്നിട്ടുള്ളൂ. എക്സ് എവിടുത്തെ എലമെന്റാ? എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്. വൈയും എയിൽ തന്നെയുള്ള എലമെന്റാ. അപ്പൊ നമ്മൾ ആദ്യം എക്സിന് കണ്ട 1, ഈ 1 എക്സിന്റെ 1 ഈ 1 ആണ് ഈ കൊടുത്തത് ഫസ്റ്റ്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കിട്ടി. അടുത്ത എലമെന്റ് എക്സിന് 2 കൊടുത്തു. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് വൈ എത്ര കിട്ടി? 3 കിട്ടി. അടുത്ത എക്സിന് 3 കൊടുക്കുക, 4 കൊടുക്കുക, 5 കൊടുക്കുക, 6 കൊടുക്കുക. അവിടം വരെ കൊടുത്താൽ മതി.
വേറൊരു കാര്യം വരുമ്പോഴേ നമ്മള് ഇങ്ങനെ കൊടുത്തു പോകുമ്പോഴത്തേക്കും കിട്ടിയ നിനക്ക് കിട്ടിയാടാ എക്സിന് 5 കൊടുത്തു വിചാരിച്ചോ, എക്സിന് 6, എക്സിൽ 6 ഉണ്ടല്ലോ. എക്സിന് 6 കൊടുക്കുമ്പോഴത്തേക്കും y എന്ത് കിട്ടും? 7 കിട്ടും. 7 അതിന്റെ അകത്ത് ഉണ്ടാ? വൈയിൽ ഇല്ല. അപ്പൊ അത് കൊടുക്കണ്ട, അപ്പൊ അത് വരില്ല കേട്ടാ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്ന് സെറ്റ് 1 2 2 3 3 4 4 5 5 6. ഇനി നമുക്ക് ഗ്രാഫിക്കലി ഇത് വരയ്ക്കാം. ഇപ്പൊ നിങ്ങൾ വരച്ച സാധനം ഉണ്ടല്ലോ, ഗ്രാഫിക്കലി നമുക്കത് വരയ്ക്കാൻ പറ്റും. അതെങ്ങനെ ഗ്രാഫിക്കലി വരയ്ക്കണം? രണ്ട് സെറ്റും സെയിം തന്നെ അല്ലേ, A to A അല്ലേ? അപ്പൊ നമ്മൾ A രണ്ട് A തന്നെ എഴുതി. AB എന്തായിരുന്നു? 1 2 3 4 5 6. 1 2 3 4 5 6. അപ്പൊ ഓർഡേഡ് പേര് എങ്ങനെ കിട്ടിയത്? 1 2 2 3 3 4 4 5 5 6. ഇങ്ങനല്ലേ കിട്ടിയത്? ഇങ്ങനെയല്ലേ ഓർഡേഡ് പേര് കിട്ടിയത്? റിലേഷൻ R എന്ന് പറയുന്നത്. ഈ റിലേഷൻ നമുക്ക് ഗ്രാഫിക്കലി വരക്കാൻ പറ്റും. എങ്ങനെ വരക്കും നോക്കിക്കേ. ആദ്യത്തെ ഓർഡേഡ് പേര് എടുക്കാം. 1 ആരോടാ കൂട്ടുകൂടിയേക്കണേ? 2-നോട്. അപ്പൊ നമ്മളൊരു ആരോ ഇങ്ങനെ വരയ്ക്കുക, കണ്ടോ? അടുത്തത് 2 എങ്ങോട്ടേക്കാ? 3-ലോട്ട്, 3 4-ലോട്ട്, 4 5-ലോട്ട്, 5 6-ലോട്ട്. ഇങ്ങനെ വരയ്ക്കാം. റിലേഷൻ നമുക്ക് ഗ്രാഫിക്കലി എന്ത് ചെയ്യാം? വരയ്ക്കാൻ പറ്റും. വരയ്ക്കും. ഇനി വരച്ച അടുത്തതിൽ ഞാൻ ഗ്രാഫ് തരും. നിങ്ങൾ അതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതണം, ടാബുലർ ഫോമിൽ എഴുതണം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എലമെന്റ്സ് പെറുക്കി എഴുതുന്നത് അല്ലെ. സെറ്റ് ബിൽഡർ ഫോം ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി എക്സ് ചെയ്ത എലമെന്റ്, ഇപ്പൊ നമ്മള് y = x+1 എന്നൊക്കെ എഴുതിയില്ലേ, അതുപോലെ ഉള്ളത്. അപ്പൊ ഞാൻ ഗ്രാഫ് തരാം, നിങ്ങൾ അതിന്റെ ഇത് എഴുതണം കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക് തരാം കേട്ടോ, എന്നിട്ട് എടുത്താ പോരെ. ഉണ്ടോ? ഇതിന്റെ ആദ്യം എഴുതണം, സെറ്റ് ബിൽഡർ ഫോം എഴുതണം. സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ അത് റോസ്റ്റർ ഫോം എഴുത്. റോസ്റ്റർ ഫോം ഇത് നോക്കി തന്നെ എഴുതാമല്ലോ എനിക്ക്. ഫൈവ് നോക്കിക്ക. റോസ്റ്റർ ഫോമിൽ എങ്ങനെ വരും? 9 ഫസ്റ്റ് 3-ലോട്ട്. അപ്പൊ 9 3. പിന്നെ വേറെ ഏതാ 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? 9 - 3. അടുത്തത് 4 2 4 - 2. അടുത്തത് 25 5 25 - 5.
അങ്ങനല്ലേ കിട്ടിയത്? അപ്പൊ ഇത് നോക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും 3ന്റെ സ്ക്വയർ ആണ് ആര്? 9. -3ന്റെ സ്ക്വയർ ആണ് ആര്? 9. അപ്പൊ നമുക്ക് ഇതെങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? സെറ്റ് ഫോർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് വൈ അല്ലെ? എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് ഇതാണ് സെറ്റ് ബിൽഡർ. ഇത് സെറ്റ് ബിൽഡർ അപ്പൊ ഇങ്ങനെ എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇനി ഇവര് ചോദിക്കും നമ്മള് എ എന്ന് പറഞ്ഞ സെറ്റില് 2 എലമെന്റ്സ് ഉണ്ട്. പ്ലീസ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിയാൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി നമ്മൾക്ക് എക്സില് 2 എലമെന്റ്സ് ഉണ്ട്, വൈയില് 3 എലമെന്റ്സ്. അപ്പൊ അവിടെ എന്തോരം റിലേഷൻ ഉണ്ടാവും എന്ന് ചോദിക്കും. റിലേഷൻ എത്ര ഉണ്ടാവും എന്നുള്ളത് എന്തിനോട് ഈക്വലാ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതായത് 2 raised to if a is equal to 1, 2 എന്താണ് നീ എന്നെ കൊണ്ട് ഓർക്കോ? നിങ്ങൾക്ക് മാത്സ് മാത്രം ട്യൂഷൻ ഉള്ളൂ ഇവിടെ? ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട്. If a is equal to 1, 2 and b is equal to 3, 4 find the number of relation from A to B. Find the number of relation. അപ്പൊ 2 സെറ്റുകൾ തന്ന് അതിൽ എത്ര റിലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കണം. അപ്പൊ ആദ്യം ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുക. ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ എല്ലാവരും എനിക്ക് എൻ എഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കുമോ ഇവിടെ? എൻ എഫ് എ ക്രോസ് ബി എന്താടാ ഇവിടെ? എൻ ഓഫ് എ എന്താ? എൻ ഓഫ് എ 2 ആണോ? എൻ ഓഫ് എ എത്ര? എൻ ഓഫ് ബി 2 തന്നെ. ഇത് എൻ എഫ് എ 3 അല്ലേടാ? 1, 2 എത്ര എലമെന്റ്സ് ആയി ചോദിച്ചേക്കണം കേട്ടോ. എൻ ഓഫ് എ 2, എൻ ഓഫ് ബി 2. ഇനി എൻ ഓഫ് എ ക്രോസ് ബി എത്ര? 4. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കണം എത്ര റിലേഷൻ ഉണ്ടാവും എന്നല്ലേ ചോദിച്ചേക്കണം. അപ്പൊ നമ്മള് 2 into എൻ ഓഫ് എ ക്രോസ് ബി, അതാണ് നമ്പർ ഓഫ് റിലേഷൻ കേട്ടോ. 2 into 2 raised to n of a cross b. എല്ലാവരും ഇതിക്ക് നമ്പർ ഓഫ് റിലേഷൻ is equal to 2 raised to n of a cross b. അപ്പൊ ഇതിൽ എത്ര ഉണ്ടാവും? 2 raised to 4 എത്ര? 60. അടുത്തത് എക്സൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ടെക്സ്റ്റ് വേണം ആർക്കും? ക്വസ്റ്റ്യൻ കാണിച്ചടാ.
കിട്ടിയോ? അപ്പൊ ഡൊമൈനും റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. റിലേഷൻ അങ്ങനെ കിട്ടിയാടാ ആർക്കെങ്കിലും? നിങ്ങക്ക് കിട്ടിയാ ഫസ്റ്റ്? റിലേഷൻ കണ്ടുപിടിച്ചാലല്ലേ ഡൊമൈൻ റേഞ്ച് കിട്ടുള്ളൂ. മറന്നുപോയാ? ഡൊമൈൻ റേഞ്ച് കിട്ടിയ എനക്ക്? റിലേഷൻ കണ്ടുപിടിക്ക്. എങ്ങനെയെന്ന് മറന്നുപോയതാ? എക്സിനൊരു വാല്യൂ കൊടുക്കും, വൈനൊരു വാല്യൂ കൊടുക്കും. ഇപ്പൊ എക്സ് എ ടു എ ആണോ സെറ്റ് അല്ലേ? അപ്പൊ എക്സിന് ആദ്യം എന്ത് കൊടുക്കണം? 1 കൊടുക്കും. അപ്പൊ വൈ എന്ത് കിട്ടും? അവിടെ വേറൊരു സാധനം ഉണ്ട്, 3x - y = 0 എന്നുള്ളതല്ലേ. 3x = എന്ത് കിട്ടും? y എന്ന് കിട്ടും. ഇനി എക്സിന് വാല്യൂ കൊടുക്ക്. അപ്പൊ y എത്ര കിട്ടും? 2 3 കിട്ടും y. ഡൗട്ട് ഉണ്ടോ? കിട്ടിയോ? എവിടെ കാണിച്ച എന്താടാ? 1 3 2 6 3 9 4 2 3 9 4 12 5 12 വരും അവിടെ. നോക്കിക്കേ. ഫൈവ് 15 വരുമോ നോക്കിക്കേ. 515 അവിടെ ഉണ്ടാ സെറ്റില്. അപ്പൊ ആ എലമെന്റ് റിമൂവ് ചെയ്യും. റിലേഷൻ കിട്ടിയല്ല. ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? റിലേഷൻ എങ്ങനെ കിട്ടിയത്? 1 3 2 6 3 9 4 12. റിലേഷൻ ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് 1 2 3 4. കോഡൊമൈൻ എന്താ? കോഡൊമൈൻ എന്താ? ഇതിന്റെ അകത്ത് കോഡൊമൈൻ എന്താടാ? സെറ്റ്. റേഞ്ച് എന്ന് പറയുന്നത് 3 6 9 12. ഓക്കെ, അത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യേ. ക്വസ്റ്റ്യൻ എഴുതണ്ടടാ. ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ആൻസർ എഴുതുക.
നല്ല സമയം കളയാനുണ്ട്, അല്ലാണ്ട് എന്തിനാ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാ പോരെടാ മനസ്സിലാവാൻ. റേഞ്ച് എന്തായിരുന്നു? രണ്ടാമത് കിടക്കുന്ന സെറ്റിലെ മൊത്തം എലമെന്റ്സ്. അല്ലല്ല, റിലേഷനിൽ രണ്ടാമത്തെ ഓർഡർ പെയർ ഇല്ലേ, അതിൽ രണ്ടാമത്തെ. ഇവിടെ ഏതാ റേഞ്ച്? A3 A-3. അല്ല അത് തന്നെയല്ലേ 9 3 9 3. അതിൽ റേഞ്ച് എന്താ? 3 -3 2 -2 5 -5. രണ്ടാമത് കിടക്കുന്ന എലമെന്റ് ഇല്ലേ റിലേഷനില് ഓർഡർ പെയറില് രണ്ടാമത് കിടക്കുന്ന എലമെന്റ് ആണ് റേഞ്ച്. മനസ്സിലായ? ഇതിലെന്താ 3 6 9 12 ഉണ്ടാ ആ സാധനമാണ്. കോഡൊമൈൻ എന്താ? കോഡൊമൈൻ ആ ബി എന്ന് പറഞ്ഞ സെറ്റ് മുഴുവൻ. അപ്പൊ 1 2 3 4 5 6 7 ഈ ബി എന്ന് പറയുന്ന സെറ്റ് ഇതല്ലേ. ഈ റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള സെറ്റാ? സെറ്റ് എയിൽ നിന്ന് എയിലോട്ടുള്ള. അപ്പൊ രണ്ടാമത് നടക്കണം മൊത്തം എലമെന്റ്സിനാണ് എന്ത് പറയണത്? കോഡൊമൈൻ. കണ്ടാ? അല്ലല്ല, റേഞ്ചും കോഡൊമൈനും വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ഇതിൽ നോക്കിക്കേ. അല്ല, ഡൊമൈൻ എന്ന് പറഞ്ഞ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റാ. റിലേഷൻ എഴുതിയില്ലേ നമ്മള്, ഇതിന്റെ അകത്തുള്ള ഫസ്റ്റ് എലമെന്റ് ആണ് എന്ത്? എല്ലാ എലമെന്റിനും റിലേഷൻ വേണമെന്നില്ല. കിട്ടിയാ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ എല്ലാ എക്സ്പ്ലസ്. ഓക്കെ ഫൈൻ. അടുത്ത 4th ക്വസ്റ്റ്യൻ കേട്ടോ. അതിന്റെ അകത്ത് പടം ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്രാമത്തെ? Fourth question. Domain എന്തായിട്ട്? റേഞ്ച് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. എടാ നോട്ട് കൊണ്ടുവരണം നോട്ടിന് വരുമ്പോ ക്ലാസ്സിൽ.
കിട്ടിയോ? 1 2 3 4 5. 1 2 3 4 6. നിങ്ങൾ കഴിഞ്ഞാൽ പറയട്ടെ ആൻസർ. 1 2 3 4 5 അല്ല 4 6. അടുത്ത 7th ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ കഴിഞ്ഞിട്ട് ആൻസർ പറയേ.